ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എഗ് ലോലിപോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇതാ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനങ്ങളാണിത്. മെയിനായിട്ടുള്ള മുട്ട, പിന്നെ ഈർക്കിലി, പിന്നെ നമ്മളൊരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് പുതിയത് വാങ്ങിയതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളെ മസാല, സ്പെഷ്യൽ മസാല ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിറിഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ മസാല. നമ്മൾ ബീട്രൂട്ടിൻ്റെ നീരും അതേപോലെ തന്നെ പെപ്പറും പിന്നെ സാൾട്ടുമാണ് ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ലോലിപോപ്പാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള മസാല ചേർത്തിട്ടുള്ള എഗ് ലോലിപോപ്പ്. ഗൈസ്, ആദ്യം നമുക്കിങ്ങനെ ഒരു മുട്ട എടുത്തിട്ട് മുട്ടേൻ്റെ ഈ ഭാഗം മെല്ലെ പൊട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സ്പെഷ്യൽ മസാല നമുക്ക് സിറിഞ്ചിലേക്ക് ഫില്ല് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് മുട്ടേൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഈ മസാല ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീട്രൂട്ടിൻ്റെ നീരെടുത്തത്. വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് പെപ്പറും സാൾട്ടും ബീട്രൂട്ടിൻ്റെ നീരും മാത്രമാണ്. അതിനുശേഷം നമ്മൾ ഒരു ഈർക്കിലില്ല നേരത്തെ വെച്ച് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ നമ്മളെ മുട്ടയിൽ ഇതേപോലെ ഈർക്കിലി കയറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ചെറിയൊരു പശ ഒട്ടിക്കുക. പശ എന്ന് പറയുന്നത് വേറെ പശയൊന്നുമല്ല, നമ്മളെ ആട്ടപ്പൊടി കുറച്ച് ആക്കിയിട്ട് ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുക. കാരണം ഇത് പുറത്തേക്ക് വരുന്നതിന്. എന്നിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ മുട്ടയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മുട്ട സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ അടുപ്പിലേക്ക് വെക്കാം. അങ്ങനെ അനഞ്ജയും നവദേവും കൂടിയാണ് അടുപ്പ് കത്തിക്കുന്നത്. അടുപ്പ് കത്തിച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ അടുപ്പിന് തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഇഡലി ചെമ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് മുട്ടകൾ വെച്ച് സെറ്റാക്കി എടുക്കാം. ഗൈസ്, പണിപാളി ഗൈസ്. മഴ പെയ്ത് എല്ലാവരും കൂടി ഷീറ്റ് പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പുറത്താണ് അടുപ്പുണ്ടാക്കിയത്, അടുപ്പ് കൂട്ടിയത്. ധനുവിന് ഇതാ വീശി കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതുണ്ടാക്കിയിട്ടേ എന്ന് നിർത്തുള്ളൂ. അപ്പോൾ നമ്മളെ ഷീറ്റ് പിടിച്ച് സഹായിച്ച നവദേവ് ബ്രോ, മുഹമ്മദ് ബ്രോ, അനുഗ്രഹ് ബ്രോ, അഞ്ജയ് ബ്രോ. അപ്പം നമ്മുടെ എഗ് ലോലിപോപ്പ് ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം റെഡിയായി തോന്നുന്നു. ഇനി നമുക്ക് ഇറക്കി വെക്കാം. സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു നോക്കാം. സംഭവം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ശരിക്കും കണ്ടോ, ആ മുട്ടയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആട്ടപ്പൊടി വെച്ച് അടച്ചിട്ട് എന്നിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ പൊട്ടി നല്ല സെറ്റായിട്ടുണ്ട് വെന്തിട്ട്. ഇനി നമുക്കിത് പൊളിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എഗ് ലോലിപോപ്പ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ വേറെ കളറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പ്യുവർ വൈറ്റ് ആയിട്ടാണ് നമ്മൾ മുട്ടയിൽ കാണുന്നത്. നമ്മൾ കളറും കാര്യങ്ങളും മസാലയൊക്കെ ചേർത്തൊന്നും അകത്ത് കാണാനില്ല. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. സംഭവം സൂപ്പറാണ്. വേറെ കളറോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ മുകളിലില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മസാലയുടെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. എഗ് ലോലിപോപ്പ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രോസ് എല്ലാവരും. ഗൈസ്, അപ്പോൾ എല്ലാവരും എഗ് ലോലിപോപ്പ് കഴിച്ചിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ട്? അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി അടിച്ച് പൊടിച്ച് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ഡിപ്സ്. അപ്പൊ ഞാൻ പറയാ എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം.
അപ്പൊ നമുക്ക് കാണാം സിസ്റ്റർ എന്നറിയാണ് കണ്ടോളൂ. Namulla relax jar. Okay,